നമസ്കാരം. പ്രധാന വാർത്തകൾ. കോന്നി പയ്യനാമണ്ണിലെ പാറമട അപകടം. അജയ് റായുടെ മൃതദേഹം കണ്ടെത്തി. കോന്നി പയ്യനാമണ്ണിലെ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറയിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ ഹിറ്റാച്ചി ഓപ്പറേറ്റർ അജയുടെ മൃതദേഹം കണ്ടെത്തി. പാറകൾക്കിടയിൽ ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നിലവിൽ മൃതദേഹം പുറത്തെടുത്തു. തകർന്നു കിടക്കുന്ന ക്യാബിന്റെ ഉള്ളിലായിരുന്നു മൃതദേഹം. ഇവിടേക്ക് വടം കെട്ടി ഇറങ്ങിയാണ് മൃതദേഹം പുറത്തെത്തിച്ചത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടർക്ക് നേരെ മർദ്ദനം. വടകര മണിയൂരിൽ ഡോക്ടർക്ക് നേരെ മർദ്ദനം. അടക്കുണ്ട് കടവിലെ സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടർ ഗോപുകൃഷ്ണന് നേരെയാണ് 6 അംഗ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ 2 നഴ്സുമാർക്കും പരിക്കേറ്റു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യക്തിപരമായ വിഷയങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. സംഭവത്തിൽ പയ്യോളി പോലീസ് കേസെടുത്തു. കൊച്ചിൻ റിഫൈനറിക്ക് സമീപം പൊട്ടിത്തെറി. പ്രദേശമാകെ പുക. കൊച്ചി അമ്പലമേട്ടിലെ കൊച്ചിൻ റിഫൈനറി പ്രദേശത്ത് തീപിടുത്തം. ഭാരത് പെട്രോളിയത്തിന്റെ BPCL ഹൈടെൻഷൻ ലൈനിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അപകടത്തിന് പിന്നാലെ പ്രദേശത്താകെ പുകയും ദുർഗന്ധവും ഉയർന്നു. റിഫൈനറിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു. റിഫൈനറിയുടെ മതിലിനോട് ചേർന്നുള്ള ഹൈടെൻഷൻ ലൈനാണ് പൊട്ടിത്തെറിച്ചത്. സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചു. ഭൂമിക്കടിയിലൂടെ കടന്നുപോകുന്ന ഹൈടെൻഷൻ ലൈനിലാണ് തീപിടിച്ച് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. BPCL അഗ്നിരക്ഷാ സംഘം തീയണയ്ക്കാൻ തുടങ്ങി. തിരുവനന്തപുരത്ത് ഹോട്ടലുടമയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. അടിമലത്തുറയിൽ വെച്ചാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. പ്രതികളെ പിടികൂടാൻ പോയ പോലീസിനെ പ്രതികൾ ആക്രമിക്കുകയും ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വഴുതക്കാട് കേരള കഫേ ഉടമ ജസ്റ്റിൻ രാജാണ് കൊല്ലപ്പെട്ടത്. ഇടപ്പഴഞ്ഞിയുടെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് ശേഷം 2 ഹോട്ടൽ തൊഴിലാളികൾ ഒളിവിൽ പോയിരുന്നു. ഇവരെയാണ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ താമസിച്ചിരുന്ന കടയിലെ ജീവനക്കാരനായ വിഴിഞ്ഞം സ്വദേശിയും നേപ്പാൾ സ്വദേശിയുമാണ് പിടിയിലായത്. തടിയൻ്റെവിടെ നസീറിന് സഹായം. ജയിൽ സൈക്കാട്രിസ്റ്റ് അടക്കം 3 പേർ NIAയുടെ കസ്റ്റഡിയിൽ. തടിയൻ്റെവിടെ നസീറിന് ജയിലിലേക്ക് ഫോൺ ഒളിച്ചു കടത്തി എത്തിച്ചു നൽകിയതിനാണ് ജയിൽ സൈക്കാട്രിസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. പരപ്പന അഗ്രഹാര ജയിലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജാണ് അറസ്റ്റിലായത്. നസീറിനെ വിവിധ കോടതികളിലേക്ക് എത്തിക്കുന്നതിന്റെ വിവരങ്ങൾ കൈമാറിയതിനാണ് ASI അറസ്റ്റിലായത്. സിറ്റി ആംഡ് റിസർവിലെ SI ചൻപാഷയാണ് NIA അറസ്റ്റ് ചെയ്തത്. തീവ്രവാദ കേസ് പ്രതികളിൽ ഒരാളുടെ അമ്മയും അറസ്റ്റിലായിട്ടുണ്ട്. വിവിധ തീവ്രവാദ കേസുകളിൽ പ്രതിയായ ജുനൈദ് അഹമ്മദിന്റെ അമ്മ അനീസ് ഫാത്തിമയാണ് അറസ്റ്റിലായത്. തടിയൻ്റെവിടെ നസീറിന് വിവരങ്ങൾ കൈമാറുകയും പണം ജയിലിലെത്തിച്ചു നൽകുകയും ചെയ്തതിനാണ് അറസ്റ്റ്.